സംസ്ഥാനത്ത് ഹർത്താൽ പുരോഗമിക്കുകയാണ്. ആദ്യ മണിക്കൂറിൽ തിരുവനന്തപുരം തമ്പാനൂരിൽ ബസ്സുകളൊക്കെ തടയുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് കൊച്ചിയിലെ സ്ഥിതി ഒന്ന് പരിശോധിക്കാം അല്ലേ? അവിടെ ജിജീഷ് കരുണാകരനാണുള്ളത്. ജിജീഷ്, തിരുവനന്തപുരത്ത് ബസ്സുകളൊക്കെ തടയുന്നുണ്ട്, ഒരുപാട് പേർ യാത്രാ ക്ലേശം അനുഭവിക്കുന്നുണ്ട്. എന്താണ് കൊച്ചിയിലെ സ്ഥിതി? രോഹിണി, കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ നിലയിൽ ജനജീവിതം സാധാരണ നിലയിൽ തന്നെയാണ്. ഈ ഹർത്താൽ കാര്യമായി തന്നെ ആളുകളെ ബാധിച്ചിട്ടില്ല. കാരണം നേരത്തെ ഈ സംഘടനകൾ തന്നെ പറഞ്ഞിരുന്നു നിർബന്ധപൂർവ്വം തടയില്ല. എന്നാൽ അങ്ങനെ പറയുമ്പോൾ തന്നെ പല ഭാഗത്തും നിർബന്ധപൂർവ്വം വാഹനങ്ങൾ തടയുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും എല്ലാം തന്നെ പൂർണ്ണമായും സാധാരണ നിലയിൽ തന്നെയാണ് ജനജീവിതം. സ്വകാര്യ ബസ്സുകൾ ഓടുന്നുണ്ട്, KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. സ്വകാര്യ കാറുകളടക്കമുള്ള മറ്റ് സ്വകാര്യ വാഹനങ്ങളും രാവിലെ മുതൽ തന്നെ സർവീസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളം കലൂർ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് നമ്മളുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്കറിയാം വലിയൊരു തിരക്ക് സാധാരണ നിലയിലേക്ക് നിന്നും രാവിലെ വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ച് ഹർത്താലിൻ്റെ ഒരു കൂടുതൽ ശക്തമാകുന്നതിന് മുമ്പ് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ വാഹനങ്ങൾ കാറുകളടക്കം രാവിലെ തന്നെ നിരത്തിലിറക്കി. അതേ സമയത്ത് തന്നെ KSRTC ബസ്സും സ്വകാര്യ ബസ്സുകളും എല്ലാം തന്നെ സർവീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെ കാര്യമായി ബാധിച്ചില്ല. എന്നാൽ പിന്നീട് ഈ ഒരു പ്രതിഷേധ സമരങ്ങളെല്ലാം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഹർത്താൽ ആളുകളൊക്കെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വലിയ തോതിൽ തന്നെയാണ് പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ഈ ഒരു ഹർത്താൽ സാധാരണ ജനജീവിതത്തെ പൂർണ്ണമായും ബാധിച്ചില്ല എന്ന് തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയും. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തിന് അകത്താണ്. ഇവിടെയും പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ബസ്സുകൾ കയറാൻ വരുന്നുണ്ട്. സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായും തന്നെ സർവീസ് നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സർവീസുകൾ നിർത്തില്ല എന്ന കാര്യം അവർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. സ്വകാര്യ ബസ്സുകളെല്ലാം തന്നെ സർവീസ് നടത്തുമെന്ന കാര്യം തന്നെയായിരുന്നു വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ കടകമ്പോളങ്ങൾ പൂർണ്ണമായും തന്നെ തുറക്കുമെന്ന കാര്യമാണ് വ്യാപാരി വ്യവസായി സംഘടനകൾ വ്യക്തമാക്കുകയും ചെയ്തത്. ബസ്സുകളൊക്കെ കുറവ് എങ്ങനെയുണ്ട്? ഇല്ല, ബസ്സുകളൊക്കെ കുറവാണ്. ബസ്സുകൾ പൊതുവെ സാധാരണ നിലയിലും കുറവാണ് എന്ന കാര്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ പറയുന്നത്. കാരണം സർവീസുകൾ സ്വാഭാവികമായും ആളുകൾ കുറവാണ് എന്നതുകൊണ്ട് തന്നെ സർവീസുകൾ കുറയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാലും പൂർണ്ണമായും സർവീസുകൾ വെട്ടിച്ചുരുക്കിയെന്ന് പറയാൻ കഴിയില്ല. ഈ ആളുകളോട് തന്നെ നമുക്ക് അവരുടെ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ തേടാനും കഴിയും. ചേട്ടാ, ബസ്സുകളെല്ലാം സാധാരണ നിലയിൽ ഓടുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം കൊണ്ട് കുറവുണ്ട്. ആളില്ലെന്നേ ആള് കുറവാണ്. ഹർത്താലായതുകൊണ്ട് ആൾക്കാർക്കൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ആള് കുറവാണ്. ഇന്നലെ TV വിയിലൊന്നും വന്നില്ല. ഇന്നലെയാണോ വൈകുന്നേരമാണ് TV കാണിക്കാൻ തുടങ്ങിയത്. കടകൾ തുറക്കും, വണ്ടിയൊക്കെ ഓടുന്നത്. അതുകൊണ്ട് സർവീസ് കുറവുണ്ട്. കുറവുണ്ട്. ആളും കുറവാണ്. ആളുകൾ കുറവായിരിക്കുന്നിടത്ത് ബസ്സുകളും കുറഞ്ഞു. രാവിലെ ഒന്നും ഓടിയിട്ടില്ലാരും. ഇനി ഉച്ച കഴിഞ്ഞ് ഓടുമെന്ന് അറിയത്തില്ല. കാരണം ചില വണ്ടി കൊതുക്കും ആളില്ലാത്തതുകൊണ്ട് ഇപ്പോൾ രക്ഷയില്ല. 2500 രൂപ ഓടുന്ന വണ്ടി 1500 രൂപയുണ്ട്. അതിൻ്റെ കുറഞ്ഞു രക്ഷയില്ല. കാണുന്നു ഇത്തരത്തിൽ അതായത് ആളുകൾ കുറവാണ്. കാരണം ഈ ഹർത്താൽ ഏത് രീതിയിലായിരിക്കും, എത്രമാത്രം ശക്തമാണ് എന്നതെല്ലാം തന്നെ ഒരു സംശയം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ രാവിലെ പുറത്തേക്ക് ഇറങ്ങാൻ ഉള്ള ഒരു മടി കാണിക്കുകയും ചെയ്തിരുന്നു. ആളുകളോട് അത്തരം കാര്യങ്ങൾ തന്നെ നമുക്ക് ചോദിച്ച് അറിയുകയും ചെയ്യാം. ചേച്ചി, അങ്ങനെ യാത്രാ ബുദ്ധിമുട്ട് എവിടെയെങ്കിലും അനുഭവപ്പെട്ടില്ല? ലിമിറ്റഡ് ഒന്നും ഓടിയിട്ടില്ല അധികം. ബൈക്ക് ട്രാൻസ്പോർട്ടേഴ്സൊക്കെ പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ടായില്ല. യാത്ര രാവിലെ ഇങ്ങനെ പോകുന്ന ഓടുന്നുണ്ട്. ഹർത്താലിനോട് അനുബന്ധിച്ചുള്ള ചോദിക്കണം. അവിടെ അങ്ങനെ ഒന്നും കണ്ടില്ല. ഇങ്ങോട്ട് പോകുന്ന വഴി ഇനി തിരിച്ചു പോകുമ്പോൾ അങ്ങനെയൊന്നും അറിയില്ല. അരൂരുന്നു ആളുകളൊന്നും തടയാനൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ വെളുപ്പിന് 5:45 ഇങ്ങനെ പോകുന്നത്. ആ സമയത്തൊന്നും ഉണ്ടായില്ല. ഇനി പോകുമ്പോൾ ഉണ്ടാകുന്നറിയില്ല. ഓടുന്നുണ്ട്. KSRTC ആണെങ്കിലും ഓടുന്നുണ്ട്. ഇത്തരത്തിൽ തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ആളുകളെ അല്ലെങ്കിൽ ജനജീവിതത്തെ ഒന്നും തന്നെ കാര്യമായി ബാധിച്ചിട്ടില്ല. വരുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല. വരാപ്പുഴ ഒരു ഇതുണ്ടായിരുന്നു. ഹർത്താൽ വാഹനങ്ങൾ കിട്ടുമെന്നൊക്കെ സംശയം ഉണ്ടായിരുന്നോ? സംശയം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ഇതുവരെ സുഖമായിട്ട് ഇല്ല, കുഴപ്പമൊന്നുമില്ല. സുഖമായിട്ട് പോയി.